ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നൊരു പുതിയ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. നമ്മൾ കോട്ടയം മണിപ്പുഴയുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം പറയാം. വണ്ടിയുടെ ഡെലിവറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് തന്നെ ഒരു കേക്ക് കട്ടിംഗ് ആണ്. ബ്രദറിന് വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത്. ബ്രദർ ഇവിടെ നിപ്പോൺ ടൊയോട്ടയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നിപ്പോൺ ടൊയോട്ടയിൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രദറിന് ബർത്ത്ഡേ ആണിന്ന്. ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ കേക്കാണ്. അപ്പം ബർത്ത്ഡേയുടെ വിഷസും കാര്യങ്ങളൊക്കെ എല്ലാവരും നേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിപ്പോൺ ടൊയോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സർവീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ സെയിൽസിൻ്റെ ഭാഗത്താണെങ്കിലും സർവീസിൻ്റെ ഭാഗത്താണെങ്കിലും ഇപ്പോൾ കസ്റ്റമർ കംപ്ലയിൻ്റ് ഒക്കെ ഏതാണ്ട് നല്ല രീതി നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പക്കയായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇനി ഡെലിവറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അടുത്തായി വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ ഡെലിവറി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഏതാണെന്ന് പിടികിട്ടിയോ? ടൊയോട്ടയുടെ ടൈസറാണ് വണ്ടി. അടുത്ത ഇനി താക്കോൽദാനവും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മകൻ ഇവാൻ കുട്ടനാണ് താക്കോല് കൈ പിടിച്ചേക്കുന്നത്. പുള്ളി കളിപ്പാട്ടാണെന്നതുകൊണ്ട് അത് കൊട്ടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. പുള്ളിക്ക് ഒരു ടോയ് കിട്ടിയ പോയായി. അടുത്തായി താക്കോല് മേടിക്കുന്ന ബ്രദറാണ്. ബ്രദർ താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ്. ഇനി ഇവർ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അടുത്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ചെറിയ മധുരവും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി താക്കോൽ കൊടുത്ത എല്ലാവർക്കും ഒരു സന്തോഷം, ഒരു ചെറിയ മധുരം കൊടുക്കുന്നത്. അടുത്ത ഒരു ഗിഫ്റ്റാണ്. ഇതിൻ്റെ അത് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. എന്നൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമുക്ക് വണ്ടി ഡെലിവറി എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അടുത്തായി നമ്മൾ വണ്ടി വെളിയിലോട്ട് ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം തന്നെ വണ്ടി വെളിയിലോട്ട് ഇറക്കും. ഇതാണ് നമ്മൾ വണ്ടി വെളിയിലോട്ട് ഇറക്കുന്നതിൻ്റെ ഇത്. ഫോഗ് ലാമ്പും DRLും എല്ലാം ഓണാക്കി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് വണ്ടി. വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. വൈറ്റ് കളർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടോട്ട് നമുക്ക് എപ്പോഴും ഒരു മെയിൻ്റെനൻസ് ഫ്രീ കുറച്ചും കൂടെ വൈറ്റ് കളറാണ്. ബാക്കിയുള്ള കളർ നമുക്ക് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വൈറ്റ് കളർ എടുത്തതിൻ്റെ കാര്യം. ഇതാണ് നമ്മളെ വണ്ടി. ഒരു വ്യൂ ചെറുതായിട്ട് എടുത്തത് കേട്ടോ. ശരം രാത്രി ആയായിരുന്നു. അന്നേരം വലിയ ഓവർ അടിപൊളിയായിട്ടൊന്നുമല്ല. അതുപോലെ ഇതാണ് നമ്മളെ നിപ്പോൺ ടൊയോട്ടയുടെ കോട്ടയത്തെ ഷോറൂം. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളും വണ്ടി ഇട്ടേക്കുന്നതാണ് കാണുന്നത്. ഇനി ഓപ്പോസിറ്റ് ആയിട്ടാണ് കോട്ടയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടി ഉണ്ട്, ലുലു. പക്ക ആംബിയൻസും കാര്യങ്ങളും കേട്ടോ. വൈകിട്ട് ഒരു രക്ഷയില്ല.